ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ആഗമന കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ നമ്മെ തന്നെ നവീകരിക്കുവാൻ ഈ കാലം സഹായിക്കട്ടെ. തിരുത്തലിന്റെ ദൈവിക ഇടപെടൽ എന്ന തലക്കെട്ടിലുള്ള ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാവ് 22:20 മുതൽ 24 വരെ. അന്നാളിൽ ഞാൻ ഹിൽക്യാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തന്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അയൽ രാജ്യങ്ങളുടെ ആക്രമണ ഭീഷണി നേരിടുന്ന ദൈവജനം ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയശക്തിയിൽ ആശ്രയിച്ച് ആക്രമണങ്ങൾക്കെതിരെ ഒരുക്കങ്ങൾ നടത്തുന്നു. ആ കൂട്ടത്തിൽ രാജധാനി വിചാരകനായ ശെപ്നയുടെ അധികാരവും ആർഭാടവും അതിനോടുള്ള ദൈവത്തിന്റെ പ്രതികരണവുമാണ് ഇന്നത്തെ വേദഭാഗം. ദൈവം തന്റെ മക്കളിൽ ആഗ്രഹിക്കുന്ന ചില തിരുത്തലുകൾ ഈ ഭാഗത്ത് ദൃശ്യമാണ്. തന്റെ ജനത്തെ എപ്പോഴും നന്മയിലേക്ക് നയിക്കുന്ന തിരുത്തൽ ശക്തിയായി ദൈവത്തെ മനസ്സിലാക്കാൻ ഈ വേദഭാഗം നമ്മെ സഹായിക്കുന്നു. ശെപ്ന എന്ന രാജധാനി വിചാരകൻ തനിക്കായി ആർഭാടം നിറഞ്ഞൊരു കല്ലറ നിർമ്മിക്കുന്നതായി മുകളിലെ ഭാഗങ്ങളിൽ കാണാം. ലോകത്തിന്റെയും സ്വജീവിതത്തിന്റെയും കർത്താവ് തങ്ങളാണെന്ന അഹങ്കാരത്തിൽ നിന്നും ഉരുത്തിരിയുന്ന സ്വയകേന്ദ്രീകൃത ആർഭാട ജീവിതത്തിന് ദൈവം അറുതി വരുത്തുമെന്നുള്ളതാണ് ശെപ്നയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി 20-ാം വാക്യം വ്യക്തമാക്കുന്നത്. ഗർവികളെ താഴ്ത്തുന്നതോടൊപ്പം താണവരെ ഉയർത്തുന്ന ദൈവിക ഇടപെടലിനെയും ഈ ഭാഗം വരച്ചു കാട്ടുന്നു. ശെപ്നയ്ക്ക് പകരം എല്യാക്കീമിനെ വിളിക്കുമെന്നത് ഈ സന്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പുള്ള മറിയയുടെ സ്തോത്രഗീതവും താണവരോടുള്ള ദൈവിക ചായ്വിനെയാണ് വെളിപ്പെടുത്തുന്നത്. താഴ്മയോടും വിശ്വസ്തയോടും കൂടെ ദൈവിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരെ ദൈവം സ്ഥിരമായി നിലനിർത്തും എന്നതാണ് ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും എന്ന 23-ാം വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എന്റെ ജീവിതത്തിൽ അഹംഭാവവും ആർഭാടവും എത്രത്തോളം നിറഞ്ഞിരിക്കുന്നു? താണവരോട് കൂടെയുള്ള ദൈവത്തെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതോ സർവപ്രതാപികളോട് കൂടെ അധിവസിക്കുന്ന ദൈവത്തെയോ? ദൈവം നമ്മെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് തിരുത്തി നേർവഴിക്ക് നടത്താൻ ആഗ്രഹിക്കുന്നു. അവന്റെ ആ ആഗ്രഹത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ത്രിയേക ദൈവത്തിന്റെ വിശ്വസ്ത സേവകരായിരിക്കാനും നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവത്തിന്റെയും പരമാധികാരിയായിരിക്കുന്ന ദൈവമേ, ഈ ആഗമന കാലത്ത് ക്രിസ്തുവിനെ പോലെ ഞങ്ങളെ തന്നെ താഴ്മപ്പെടുത്തുവാനും തെറ്റുകൾ തിരുത്തുവാനും നിന്റെ വിശ്വസ്ത ദാസരായി ജീവിപ്പാനും ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ സഹായിക്കണമേ. ആമേൻ.